ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. പ്രിയരെ, ഞാൻ എത്രയോ വീഡിയോകൾക്ക് ശേഷമാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് കാലമായെന്നറിയാം. കഴിഞ്ഞ ഉറൂസിനെന്തോ ചെയ്ത വീഡിയോയുടെ ഓർമ്മയാണ് എനിക്കുള്ളത്. എല്ലാവർക്കും റാഹത്തും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും തമ്പിനയിൽ കണ്ടതുപോലെ നമ്മുടെ വിയാപ്പള്ളി ഉറൂസ് 2024 ഉറൂസ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഡിസംബർ 3-ാം തീയതി ഇൻഷാ അല്ലാഹ് നടക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ എന്തായി എന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലൂടെ കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ സത്യത്തിൽ നാട്ടിലല്ല ഇപ്പോൾ ഉള്ളത്. ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗദി അറേബ്യയിൽ റിയാദിലാണ് ഉള്ളത്. എന്നിരുന്നാലും നമ്മൾ എല്ലാ കൊല്ലവും കഴിഞ്ഞ വർഷം വരെ ഞാൻ നാട്ടിലായിരുന്നു, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ ജോലി ആവശ്യമായിട്ടിവിടെ വന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറഞ്ഞ ഉടനെ തന്നെ നമുക്ക് വേണ്ടി വീഡിയോ ക്ലിയറായി കൃത്യമായി ഒരാൾ കഴിയുന്ന രൂപത്തിൽ വീഡിയോ അയച്ചു വന്നു. അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻഷാ അല്ലാഹ് പങ്കുവെക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും വീഡിയോയിൽ കുറവുകൾ വന്നു പോയാൽ നിങ്ങളെല്ലാവരും പരിഹരിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വേറൊരു അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. അതിൻ്റെ ഉപരിയായിട്ട് ഞാൻ പരിശുദ്ധമായ ഉംറ ചെയ്തു. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയും ചേർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഈ തലയിൽ മുടി എല്ലാം അവിടെ വെച്ച് അൽഹംദുലില്ലാഹ് സുന്നത്താണല്ലോ, അത് ഞാൻ കളഞ്ഞത്. അതുകൊണ്ടാണ് എൻ്റെ ഈ കോലം ഇങ്ങനെ ആയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മാക്സിമം വീഡിയോ നീട്ടി പരത്തി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും വീഡിയോ കണ്ട് വരിക. മാക്സിമം എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്യുക. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ ആളുകളുണ്ടാകും, കാണാത്തവർ, അവർക്ക് വേണ്ടിയൊക്കെ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഉറൂസിന് വേണ്ടി വരുന്ന ഭക്തജനങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകളുണ്ട്, എല്ലാ മതക്കാരുമുണ്ട്. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഇത് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പോകുന്നു. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയരെ, തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ മഖാം കൂടിയാണ് വിയാപ്പള്ളി മഖാം. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരാണ് സയ്യിദത്തുന്നിസാ മാജിദ ബീമ ഉമ്മയും മകൻ മാഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നവരാണ് ഇവിടെ അന്തിയുറങ്ങുന്നത്. ജമാദുൽ ആഖിർ മാസം, അറബി മാസം, ഈ മാസത്തിലാണ് ഈ മഹാന്മാർ അവരെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ഉറൂസ് നടക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഈ ദൃശ്യങ്ങൾ പകർത്താനുള്ള കാരണം നമ്മുടെ ഉറൂസിൻ്റെ ഒരുക്കങ്ങൾ എന്തായി എന്ന് പല ആളുകളും നമ്മുടെ കമൻറ്റിലൂടെയും അല്ലാതെയും നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ധാരാളം നന്മ കാര്യങ്ങളും ദിവസേന പ്രഭാഷണങ്ങളും വ്രത മജ്ലിസുകളും മഹനീയമായ ദുആകളൊക്കെയാണ് ഇവിടെ 10 ദിവസവും കൃത്യമായി നടക്കുന്നത്. ഈ മഹാന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കറാമത്തിൻ്റെയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ മഹാന്മാർ. തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട ഈ മഖാമിൽ വരുന്ന ധാരാളം ഭക്തജനങ്ങൾക്ക് അവർക്ക് അവരുടെ രോഗങ്ങളും അവരുടെ പ്രയാസങ്ങളൊക്കെ ഈ മഹാന്മാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മഖാമിലേക്ക് ഉറൂസിന് വരുമ്പോൾ എല്ലാ ആളുകളും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് അവരുടെ അനുഗ്രഹങ്ങളൊക്കെ മേടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയുടെ ഏകദേശം ഒരുക്കങ്ങളും ആയി കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് ഘോഷയാത്ര തുടങ്ങുകയും അതിനുശേഷം ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റിൻ്റെ പതാകയോട് ഉയർത്തുകയും അവസാനം ഇവിടുത്തെ സയ്യിദ് അവറുകളായ നജ്മുദ്ദീൻ പൂക്കോയ തങ്ങളവറുകളുടെ ദുആ മജ്ലിസോടുകൂടി ഇവിടെ ഉറൂസിന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ എത്താനുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. തലേ ദിവസം ഇവിടെ വന്ന് താമസിച്ച് പിറ്റേ ദിവസം രാവിലെ വന്ന് അങ്ങനെയും വരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ തലേ ദിവസം വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ
രാവിലെ സുബൈക്കൂടെ എത്തുന്ന രൂപത്തിൽ അങ്ങനെയും എത്താം. എന്തിരുന്നാലും ഈ മഹാന്മാരുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹ ഓതി നമുക്ക് വീഡിയോ കാണാം. എല്ലാ മുഅ്മിനീങ്ങളും ഫാത്തിഹ ഓതണം. ഈ മഹാന്മാരുടെ എല്ലാ മദതും കാവലും നോട്ടവും നമുക്ക് ലഭിക്കും. ഇലാ ഹദറത്തി ഹബീബിക സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുമ്മ ഇലാ ഹദറത്തിനാ സയ്യിദത്ത് നിസാ മാജിദ ബീമാ ഉമ്മ റളിയല്ലാഹു തആല അൻഹു വബിനാ സയ്യിദ് ഷഹീദ് മാഹീൻ അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു വസുമ്മ ഇലാ ഹദറത്തിനാ ബാവ കല്ലടി മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹൽ അസീസ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله നമ്മുടെ ഈ വീഡിയോ മുഅ്മിനീങ്ങൾ കാണുകയാണെങ്കിൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാത്ത ആളുകൾ കാണുകയാണെങ്കിൽ അവർക്ക് ഇൻഷാ അല്ലാഹ് ഓതേണ്ടത് ആവശ്യമില്ല. എന്നിരുന്നാലും ഈ മഹാന്മാരുടെ പേരിൽ ഇവിടെ നല്ല കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനെതിരെ പ്രവർത്തിക്കുന്ന പുത്തൻ ആശയങ്ങളായ വഹാബികളായ പുതിയ ആളുകളുണ്ട്. ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ പുതിയ ആശയമായി വന്ന മുജാഹിദ് തബ്ലീഗ് തുടങ്ങുന്ന ആളുകൾ ഭീമാപ്പള്ളിയിൽ അന്തിയിറങ്ങുന്ന മഹദി മഹാന്മാരെ കളിയാക്കിക്കൊണ്ടും അവരെ നിസാരപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ മതം എന്താണ്, അല്ലെങ്കിൽ ഔലിയാക്കൾ ആരാണ്, അവരുടെ കറാമത്ത് എന്താണ് എന്ന് നല്ലതുപോലെ നിങ്ങൾ പഠിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ വരാനെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അവർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ പറഞ്ഞത്. ചിലപ്പോൾ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും സത്യമായി നാം എല്ലാവരും പറയേണ്ടതുണ്ട്. ഡേറ്റുകൾ ഏകദേശം 90% ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കടകമ്പോളങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ സജീവമാകും. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും മുഴുവൻ സപ്പോർട്ടും മുഴുവനും എന്ത് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തുടങ്ങുന്ന ഫയർഫോഴ്സ് തുടങ്ങുന്ന എല്ലാ സേവനങ്ങളും ഇവിടെ നമ്മുടെ ഉറൂസിന് സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് പ്രഭാഷകന്മാർ ഈ കൊല്ലം പ്രഭാഷണത്തിന് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അതും വീക്ഷിക്കാം. ഇവിടെ ധാരാളം പ്രഭാഷകർ പ്രഭാഷണം 1-ാം ദിവസം മുതൽ ലാസ്റ്റ് ദിവസം വരെ പ്രഭാഷകരുടെ പ്രഭാഷണമൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ആളുകളും ഇവിടെ വരികയും സന്ദർശിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പുതിയ വീഡിയോ ഒക്കെ നമുക്ക് വരും. അതുപോലെ എൻ്റെ ചാനലിൽ ഡെയിലി തംബീഹ് എന്ന് പറയുന്ന ഇസ്ലാമിക സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് ഡെയിലി നമുക്ക് ലഭിക്കും. ഓരോ അറിവുകളാണ് അതിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ പ്രഭാഷകരായ ധാരാളം ഉസ്താദന്മാരുടെ ഉപദേശങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കും. എല്ലാ ആളുകളും ഇസ്ലാമിക ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഉറൂസിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് വരും. എല്ലാവരും മാക്സിമം കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാക്സിമം ആളുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.